ഹലോ, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് നല്ലൊരു മീൻ ചാർ അല്ലെങ്കിൽ മീൻ കറി എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ സ്വാദ്. ഞാൻ പറയണതിനെക്കാട്ടിലും എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ സ്വാദ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവാതെ പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ കണ്ടാലോ. ഒരു കുഞ്ഞു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുകയാണ്. അതിൽ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നല്ല എരിവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി സ്റ്റൗവിൽ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയണ സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടുത്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ഈ സമയമൊക്കെ ഫ്ലെയിം ലോയിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബൗളിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച ശേഷം ഇതിലേക്ക് പാർന്നു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേർത്ത മസാലയുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എണ്ണ ഇതുപോലെ തെളിഞ്ഞ് കാണണം, അതുവരെ വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പാത്രം ഞാനവിടെ മാറ്റി വെച്ച ശേഷം വേറൊരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെമ്പല്ലി എന്ന് പറഞ്ഞുള്ള മീനാണ്. തമിഴ്നാട്ടിൽ ഇതിന് ശങ്കര എന്നാണ് പറയാറ്. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു കറി ഇന്ന് തന്നെ ഉണ്ടാക്കി ഇന്ന് തന്നെ കഴിക്കണതിനെക്കാട്ടിലും അടുത്തടുത്ത ദിവസങ്ങളിൽ കഴിക്കണതാണ് ഏറ്റവും സ്വാദ് കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, അത് മീനിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 3 കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത ശേഷം പിന്നെ ആ പുളിയുടെ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാനായിട്ട് നമ്മൾ പാത്രം ഒന്ന് ചുഴറ്റി കൊടുക്കുകയാണ്. ചട്ടുകം വെച്ച് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു മൂടി കൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മീൻ പൊട്ടാതെ ശ്രദ്ധിക്കണം നമ്മൾ ചട്ടുകം കൊണ്ട് ഇളക്കണ സമയത്ത്. മീൻ നന്നായി വെന്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായി ചേർക്കേണ്ട ഒന്നാണ് കായപ്പൊടി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി വാങ്ങണതിന് തൊട്ട് മുമ്പായിട്ട് വേണം അത് ചേർക്കാനായിട്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അടുത്തൊരു സ്റ്റൗവിൽ മീൻ ഫ്രൈയും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഐക്കോറ കൊണ്ടുള്ള ഫ്രൈ ആണ്. നമ്മുടെ കിങ് ഫിഷ് ഉണ്ടല്ലോ അതാണ്. അപ്പോൾ ഇത് സ്പെഷ്യൽ മസാല കൊണ്ട് ഉണ്ടാക്കണ ഒരു ഫ്രൈ ആട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ്. പിന്നെ ഐക്കോറ ആകുമ്പോൾ പറയാനും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.